യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് 14-ാമത്തെ. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നു. യേശു ഒന്നും അറിഞ്ഞില്ല. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനെ, നീ അവനെ എടുത്തു കൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു. ഞാൻ അവനെ എടുത്തു കൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ ഗബൂലി എന്ന് പറഞ്ഞു. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. മറ്റൊരു മറിയയാണ് നമുക്ക് ഈ ഭാഗത്ത് ദർശിക്കുവാൻ്റെ ഓർമ്മ കഴിയും. മഗ്ദലക്കാരത്തി മറിയ. നാം ദാസന്റെ സഹോദരി മറിയയെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഇവിടെ മഗ്ദലക്കാരത്തി മറിയയെ കുറിച്ച് നമുക്കറിയാം. കർത്താവ് 7 ഭൂതങ്ങളെ തലയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ് മഗ്ദലക്കാരത്തി മറിയ. അവളുടെ കർത്താവിനോടുള്ളതായ സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ നിമിത്തം കർത്താവ് മരിച്ചു പോയിട്ടും അവന്റെ കല്ലറയ്ക്കൽ പിറ്റേ ദിവസം അവളും ഒരുക്കിയ സുഗന്ധമാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ അവൾക്ക് അതൊന്നും അവിടെ അർപ്പിക്കുവാൻ തക്കൊന്നും കഴിഞ്ഞില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരുന്നു. എന്നാൽ അത് അവൾ മനസ്സിലാക്കിയില്ല. ആ മുകളിൽ വായിക്കുമ്പോൾ കാണുവാൻ തക്കൊന്നും കഴിയുന്നത് അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. അവളുടെ കരച്ചിലിനെ നാം ചിന്തിച്ചതുപോലെ വിലാപത്തെ നൃത്തമാക്കിയതായ കാര്യമാണെന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ തക്കൊന്നും കഴിയും. കർത്താവ് അവളെ വിളിച്ചു, മറിയേ എന്ന് വിളിച്ചപ്പോൾ അവള് മറുപടിയായി പറഞ്ഞത് ഭൂരി. അവൾക്ക് കാര്യം മനസ്സിലായി, കർത്താവാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഭൂരി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് നന്ദി സൂചകമായിട്ട് അവരെ വീണ് വണങ്ങി ആരാധിപ്പാൻ, നമസ്കരിപ്പാൻ, അവന്റെ പാദം തൊടുവാൻ, സ്പർശിക്കാൻ തക്കവണ്ണം അവളുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതായ നന്ദി പ്രകടിപ്പിക്കാൻ വന്നപ്പോഴാണ് തുടരുന്നത്. ഇവിടെയും നമുക്ക് നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ ആ കൂലി, ആ വിലാപത്തെ നൃത്തമാക്കിയിട്ടുള്ളതായ കാര്യം തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് സമയം ചുരുക്കാൻ ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെ നാം പാപത്തിന്റെ ശമ്പളമായിട്ട് മരണത്തിന് യോഗ്യമായ രീതിയിലിരുന്നതായ നമ്മുടെ മരണത്തെ നീക്കി കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലേക്ക് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമുക്കായിട്ട് ജീവിക്കുന്നുണ്ട്. രാവിലെ വളരെ സന്തോഷത്തോടും സ്ഥിതിയോടും സ്തോത്രത്തോടും നമുക്ക് മുൻകൂടെ സ്തോത്രം ചെയ്യാം. നാം ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന അതരുടെ സ്തോത്രയാഗം അവന്റെ തൃപ്പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം.